എന്തായാലും വലിയ പരിഭ്രാന്തിയാണ് ഗൾഫ് മേഖലയിൽ ഇപ്പോഴത്തെ സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത്. കുവൈറ്റിൽ ഒരു മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഇപ്പോൾ നമുക്കൊപ്പം വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റ്, കുവൈറ്റ് പ്രസിഡന്റായിട്ടുള്ള ചെസിൽ ചെറിയാൻ തത്സമയം ചേരുകയാണ്. ശ്രീ ചെസിൽ ചെറിയാൻ, സ്വാഗതം. വലിയ ആശങ്ക ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു ദിവസമാണ്. ചെറിയ ഒരു ഇടവേളയുണ്ടായിരുന്നു യുദ്ധസമയത്ത്, പക്ഷേ അതിനുശേഷം ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായിട്ടുള്ള ഒരു രാത്രിയാണ് പിന്നിടുന്നത്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഇന്നലത്തെ രാത്രിയും പുലർച്ചെയുമായി നടന്ന ആക്രമണങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ജനങ്ങൾക്കത് അനുഭവവേദ്യമായിട്ടുണ്ടോ? നിങ്ങൾ ഭയപ്പാടിലാണോ? എന്താണ് സാഹചര്യം? താങ്ക് യു മിസ് രേണുക. ആദ്യമായിട്ട് ഇന്നലത്തെ ഈ അതിദാരുണമായ ആക്രമണത്തിൽ മരണപ്പെട്ട ഇന്ത്യൻ പൗരനായിട്ടുള്ള ആ വ്യക്തിക്ക് ആദരാഞ്ജലികൾ നേരുന്നു. മരണപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് അനുശോചനം നേരുക ആത്മാർത്ഥമായിട്ട്. ദൈവാനുഗ്രഹത്താൽ ബാക്കി അതൊഴിച്ചാൽ ബാക്കി ഞങ്ങളെല്ലാവരും സുരക്ഷിതരാണ്. അതുകൊണ്ട് നന്ദിയും കൂടി രേഖപ്പെടുത്തി ഞാൻ തുടങ്ങിക്കോളാം. മറ്റൊന്നുമല്ല, ഇത് 4ാം മാസത്തിലേക്കാണ് യുദ്ധം ഇന്ന് കടന്നു കയറിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 3 മാസം 4 മാസത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ ഇത്രയും നാളും നമ്മളെ ചേർത്ത് പിടിച്ച്, വിദേശിയെന്നോ സ്വദേശിയെന്നോ നോക്കാതെ ചേർത്ത് പിടിച്ച് എല്ലാ ആക്രമണക്കും ശക്തിയായി എതിർത്തുകൊണ്ട് ഞങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇവിടുത്തെ ഈ രാജ്യത്തോടും എന്റെ ഭരണാധികാരികളോടും അതുപോലെ ഈ സൈന സമീറിനോടും ഈ കുവൈറ്റ് എയർ ഡിഫൻസിനോടുള്ള നന്ദി, അഗാധമായ നന്ദിയും സ്നേഹവും കടപ്പാടും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും സഹായഹസ്തമായി നിൽക്കുന്ന ഇന്ത്യൻ എംബസിയുമായി ഉദ്യോഗസ്ഥരും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഹെയർ എക്സലൻസി മാഡം പരിമിതി ത്രിപാഠി അംബാസഡർ ഉൾപ്പെടെയുള്ള നന്ദി ഞങ്ങൾ ഈ അവസരം നേരുകയാണ്. ഇന്നലെ ഉണ്ടായ കാര്യത്തെപ്പറ്റി, ഇന്ന് പുലർച്ചെയും അർദ്ധരാത്രിയും ഉണ്ടായ കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ ധാരണാജനകമായ ഒരു അറ്റാക്ക് ആയിരുന്നു. വളരെ അപ്രതീക്ഷിതമായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ജലീബ് അഥവാ അബ്ബാസിയ എന്ന് പറയുന്നത് കുവൈറ്റിലെ. അത് എയർപോർട്ടിന് സമീപത്തുള്ള ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു റെസിഡൻസ് ഏരിയയാണ്. അതായത് ഞങ്ങൾക്ക് ഹാർഡ്ലി ഒരു 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ഞങ്ങളുടെ ഈ താമസ സ്ഥലവും എയർപോർട്ടുമായിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ഒരു അനിഷ്ടമുണ്ടായാൽ, സ്ഫോടനമുണ്ടായാൽ അതിന്റെ പ്രകമ്പനവും അതിന്റെ ശബ്ദവും ഒക്കെ ഏറ്റവും പെട്ടെന്ന് അനുഭവിക്കേണ്ടി വരും, നേരിടുന്നത് ഞങ്ങളൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ഇടവേളയ്ക്ക് ശേഷമായാണ് ഈ പറയുന്ന ഇന്നലത്തെ ഒരു അറ്റാക്ക് ഉണ്ടായത്. പ്രതീക്ഷമായിരുന്നുകൊണ്ട് തന്നെ ഈ അറ്റാക്ക്, ഈ അപായ സൈറൻ ഒരു അർദ്ധരാത്രി 12 മണിയോടുകൂടി വളരെ ശക്തമായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഉറങ്ങി കിടന്ന് നമ്മളെല്ലാവരും എണീക്കുകയുണ്ടായി. അത് 1 മണിക്കൂറോളം ആ സൈറൻ നിലനിന്നു. അത് ഈ പ്രദേശം മാത്രമല്ല, കുവൈറ്റ് എല്ലാ സ്ഥലങ്ങളിലും അത് ആക്ടിവേറ്റ് ആയിരുന്നു. എല്ലായിടത്തും ഇതിന്റെ ഈ പറയുന്ന സൈറന്റെ ഒരു അപായ സൈറന്റെ ഒരു ശബ്ദം ഉണ്ടായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ ഒരു വലിയൊരു സ്ഫോടന ശബ്ദം ഞങ്ങൾക്ക് അനുഭവപ്പെടുകയുണ്ടായി. സത്യത്തിൽ ബിൽഡിംഗ് ഉൾപ്പെടെ ഒന്ന് ഷേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രകമ്പനം, നല്ലൊരു പ്രകമ്പനത്തോടുകൂടിയുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു. സ്ഫോടന ശബ്ദമാനത്തോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. അത് ഞങ്ങളെ കുറച്ചൊരു പാനിക് ആക്കിയെങ്കിലും ഞങ്ങൾക്കുള്ളിൽ ഒരു ആശ്വാസവും ഒരു ധൈര്യവും ഉണ്ടായിരുന്നു. നാളെ ഇത്രയും നാളായിട്ട് യുദ്ധം, ഇതിനേക്കാളും വലിയൊരു അറ്റാക്ക് ഉണ്ടായപ്പോൾ പോലും കുവൈറ്റ് എയർ ഡിഫൻസ് സിസ്റ്റം വളരെ കൃത്യമായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്ന ആശ്വാസത്തോടെ ഞങ്ങൾ കിടന്നുറങ്ങിയുണ്ടായി. രാവിലെ പക്ഷേ പുലർച്ചെ വീണ്ടും ഒരു അറ്റാക്ക് ഈ പറയുന്ന എയർപോർട്ടിൽ ലക്ഷ്യമാക്കി. അത് ഏറ്റവും സങ്കടമായ കാര്യം എന്ന് പറയുന്നത്, ആ ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങി അന്ന് ക്ലോസ് ചെയ്തിരുന്ന ഈ ടെർമിനൽ T1 എന്ന് പറയുന്ന കുവൈറ്റിന്റെ പ്രധാനപ്പെട്ട എയർപോർട്ട്, അത് 2 ദിവസം മുന്നേ ജൂൺ 1-ാം തീയതിയാണ് തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. അത് എല്ലാവർക്കും വലിയ ആശ്വാസകരമായിരുന്നു. അപ്പൊ എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി നാട്ടിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും പോകേണ്ട ആൾക്കാർ വളരെ പ്രതീക്ഷയോട് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതായത് ഇന്ത്യൻ എയർവേസ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഇന്ത്യ എന്നുള്ള ഫ്ലൈറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെർമിനലാണ് ഈ T1 എന്ന് പറയുന്നത്. അവിടെയാണ് ഇന്നലെ ധാരണമായ ഒരു വളരെ ഗുരുതരമായ ഒരു അറ്റാക്ക് ഉണ്ടായി. അത് വളരെ ഗുരുതരമായ ഒരു പരിക്ക് അല്ലെങ്കിൽ ഒരു കേടുപാടുകൾ ആ എയർപോർട്ടിൽ ഉണ്ടാകുകയും നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റുകയും ഒരു ഇന്ത്യക്കാരൻ ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു. നമുക്ക് പ്രധാനമായിട്ടും 3 ടെർമിനൽസ് ആണ് കുവൈറ്റിലെ എയർപോർട്ടോട് ബന്ധപ്പെട്ടുള്ളത്. മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഈ പരിക്കേറ്റവരുടെ കൂട്ടത്തിലോ മറ്റോ? അങ്ങനെ മലയാളികൾ ഉൾപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളോ മറ്റോ ലഭിക്കുന്നുണ്ടോ? ആർക്കൊക്കെയാണ്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നതിന്റെ വിവരമുണ്ടോ നിങ്ങൾക്ക്? സത്യത്തിൽ നമ്മുടെ ഇവിടുത്തെ പ്രധാന വാർത്താ ചാനൽ ഉൾപ്പെടെ, വാർത്താ ഏജൻസി ഉൾപ്പെടെ, പത്രങ്ങൾ ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ അത് തന്നിട്ടില്ല. കാരണം നാഷണാലിറ്റി തിരിച്ചോ അല്ലെങ്കിൽ അത് ജോലിക്കാരാണോ, ജീവനക്കാരാണോ, യാത്രക്കാരായിരുന്നോ
ഒന്നും അത് ഇതുമായിട്ട് അവർ തന്നിട്ടില്ല. അതിനെ പോലെ നമുക്ക് പക്ഷേ ചില സൂചനകളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിവിടെ പറയാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടും അനൗദ്യോഗികമായിട്ട് അത് ഔദ്യോഗികമായിട്ട് പറഞ്ഞ വാർത്തകൾ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇന്ത്യക്കാരാണെന്ന് വെളിപ്പെടുത്തിയത് എംബസിയുടെ ഔദ്യോഗിക സൈറ്റിൽ എംബസി തന്നെ അനുശോചനം വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യക്കാരെ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് 3 ടെർമിനൽസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് T1 ഇന്നലെ ആക്രമിക്കപ്പെട്ടത്, 2 വേറെ മറ്റൊന്നുള്ളത് T5 അത് ഇതിനോട് അഡ്ജസ്റ്റന്റ് ആണ്. ഈ പറയുന്ന അറ്റാക്ക് ഉണ്ടായ ആ ബിൽഡിങ്ങിനോട് ചേർന്നിരിക്കുന്ന ഒരു ടെർമിനലാണ്. അവിടെയാണ് ജസീറ എയർവേസ് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ ഉള്ളത് T4 അത് ഇവിടുത്തെ 1.5 കിലോമീറ്റർ അകലത്തിൽ പ്രധാന T1 ഒരു 1.5 കിലോമീറ്റർ മുകൾ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുവൈറ്റ് എയർവേസിന്റെ മാത്രമുള്ള ഒരു ടെർമിനലാണ്. അപ്പം അത് രണ്ടും ഈ രാജ്യത്തിന്റെ ഒരു വിമാന കമ്പനികളായതുകൊണ്ട് തന്നെ അവര് ഇതിന്റെ ഇടയ്ക്ക് ഈ ഓപ്പറേഷൻ സജീവമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാം വളരെ ഭീമാകരമായ ചാർജ് ഫെയർ ആയിരുന്നു, ടിക്കറ്റ് ഫെയർ ആയിരുന്നുകൊണ്ട് അത്യാവശ്യക്കാർ മാത്രമേ പോകുന്നുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഒരു ആശ്വാസം എന്ന് പറയുന്നത് അത്യാവശ്യക്കാർക്കാണെങ്കിലും പോകാൻ നമുക്ക് സാധിക്കുമായിരുന്നു എന്നതാണ്. പക്ഷെ ഇന്ന് രാവിലെ അവിടുത്തെ ശേഷം ഈ 3 ടെർമിനൽ ക്ലോസ് ചെയ്തെങ്കിലും ഒരു ആശ്വാസം ഈ പറയുന്ന ജസീറ എയർവേസും കുവൈറ്റ് എയർവേസും വീണ്ടും ഇപ്പോൾ പുനരാരംഭിക്കുന്നതായിട്ട് ഇന്ന് വൈകിട്ട് തൊട്ട് പുനരാരംഭിക്കുന്നതായിട്ട് അറിവ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ടിക്കറ്റ് റീഷെഡ്യൂളിംഗ് കാര്യങ്ങളെ പറ്റിയൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിവൊന്നുമില്ല. പക്ഷെ എങ്കിലും അവർ പുനരാരംഭിക്കാണെന്നൊരു വലിയ ആശ്വാസമുണ്ട്. മറ്റൊരു ആശ്വാസം എന്ന് പറയുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ 96 ദിവസമാവുകയാണ് ഈ ആക്രമണം തുടങ്ങിയിട്ട്. ഇടയ്ക്കൊരു സമാധാന കരാറിലേക്കൊക്കെ എത്തുന്നു എന്ന് കരുതിയെടുത്തു നിന്നാണ് ഇപ്പോൾ കൂടുതൽ കലുഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഈ 96 ദിവസം ഏതാണ്ട് 100 ദിവസത്തോളം എത്തുന്ന ഈ സമയം നിങ്ങളുടെ അവിടുത്തെ സാഹചര്യങ്ങളെ മാറ്റിമറിച്ചത് എങ്ങനെയാണ്? വലിയ രീതിയിൽ സാധനങ്ങൾക്ക് വില ഉയരുന്നു എന്നതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ജോലി നഷ്ടം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളൊക്കെ പല ഗൾഫ് മേഖലകളിലും മലയാളികൾ ഉൾപ്പെടെ നേരിടുന്നു എന്നതിൻ്റെയൊക്കെ റിപ്പോർട്ടുകളുണ്ട്. യുദ്ധം കടുക്കുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങളൊക്കെ കൂടുതൽ വേഴ്സ്റ്റ് ആകും. അങ്ങനെ ഒരു ആശങ്കയിൽ തന്നെയാണോ നിങ്ങൾ? തീർച്ചയായിട്ടും നമ്മൾ സാധാരണഗതിയിലേക്ക് നമ്മുടെ ജീവിതം നമ്മൾ വരികയായിരുന്നു. പക്ഷെ ആ സാധാരണഗതി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വിലവർദ്ധനവോ അതിനൊന്നും മാറ്റം ഉണ്ടായിരുന്നില്ല. ടിക്കറ്റ് ചാർജ് കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല, വളരെയധികം കൂടിയിരുന്നു. ഒന്നാമത് നമുക്കറിയാം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സ്കൂൾ അവധി ആയതുകൊണ്ട് ഒന്നാമത് തന്നെ ടിക്കറ്റ് കൂടുതലായിരുന്നു. അതിന്റെ പുറമെയാണ് ഇതും കൂടി വന്നിരിക്കുന്നത്. അതുപോലെ ജോലി, ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇടത്തരക്കാരായിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകാരെ, ലോജിസ്റ്റിക് കമ്പനികൾ ഉൾപ്പെടെ ഈ ഇറക്കുമതിയും കയറ്റുമതിയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന നിരവധി കമ്പനികൾക്ക് സാരമായിട്ട് തന്നെ ബാധിച്ചു. അപ്പോൾ സാമ്പത്തിക സ്ഥിതിയെ ഇത് അക്ഷരാർത്ഥത്തിൽ ബാധിച്ചിട്ടുണ്ട്. എങ്കിലും ഭക്ഷണപദാർത്ഥങ്ങൾക്കൊന്നും ഒരു വിലക്കും വരാതെയുള്ള സ്റ്റോക്കും കാര്യങ്ങളും സപ്പോർട്ടും കുവൈറ്റ് ഗവൺമെന്റ് രീതിയിൽ അവർക്കുണ്ട് എന്നുള്ള സത്യമാണ്. എങ്കിലും ഇത് സാധാരണക്കാരെ തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ അവരുടെ ജോലിയും അവരുടെ വരുമാനത്തെയും ബാധിച്ചു എന്നുള്ള കാര്യം വളരെ വളരെ സത്യമാണ്. പക്ഷേ പിന്നെ അതുപോലെ സ്കൂളൊക്കെ തുറന്ന് പ്രവർത്തിച്ച് എല്ലാം നല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വരികയായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്കൂൾ തുറന്നിരിക്കുന്ന ചെറിയൊരു നമുക്കൊരു പരിഭ്രാന്തിയില്ലേ പോലും ഒരു ഭയമുണ്ട്. പക്ഷേ അതിന്റെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ കുവൈറ്റിലെ സ്കൂളുകളെല്ലാം 3 മാസം അവധിയിലേക്ക് പ്രവേശിക്കുകയാണ്. സമ്മർ അവധിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരാഴ്ച കൂടി പിള്ളേരെ സ്കൂള് മാനേജ് ചെയ്താൽ മാത്രം മതി. അത് കഴിഞ്ഞ പിന്നെ 3 മാസം അവധിയാണെന്നുള്ള ആശ്വാസം നമുക്കുണ്ട് എന്നുള്ളതാണ് വസ്തുത. ശ്രീ ജസിൽ, ഇവിടിപ്പോൾ ഈ സാഹചര്യങ്ങൾ ഏറ്റവും വേഴ്സ്റ്റ് ആയത് ഇന്നലത്തെ രാത്രിയാണ്. അതിനുശേഷമുള്ളൊരു പകൽ കടന്നു പോവുകയാണ്. ഇനി എന്താണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ? യാത്രാ വിലക്കുകളോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോ ഉണ്ടോ? രാത്രി സമയം എങ്ങനെ വേണമെന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം വന്നിട്ടുണ്ടോ? ഇന്നും വലിയ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടോ? അങ്ങനെയാണോ കരുതുന്നത്? നിലവിൽ അങ്ങനെ ഒരു സൂചനയും തന്നിട്ടില്ല. അത് തന്നെയുമല്ല, യുദ്ധത്തിന്റെ ആദ്യകാലങ്ങൾ ഉണ്ടായിരുന്നുള്ള ഒരു ഭ്രാന്തി കുവൈറ്റ് ഗവൺമെന്റിനോ ഇവിടെ നിലവിൽ ആർക്കുമില്ല. ഇന്ന് പകൽ തീർച്ചയായിട്ടും ഈ അറ്റാക്കിന് ശേഷം നമ്മുടെ ഈ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആയപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ടി വരും. ഇവിടുന്ന് അങ്ങോട്ട് പോരേണ്ടി വരാൻ കുറച്ച് പേർക്ക് ജോലി വന്ന് തിരിച്ചു കയറേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് കുറെ പരിഭ്രാന്തി ഉണ്ടായി എന്നുള്ള സത്യമാണ്. പക്ഷേ ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ അങ്ങനെ ഒരു പേടിയോ പരിഭ്രാന്തി ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിലുള്ള ജോലി, ജീവിതം, സ്കൂള് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ശരിയാണ്, പരിഭ്രാന്തി ഇല്ലെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിൽ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, മറ്റൊന്നുമല്ല, സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ എടുക്കുകയോ വീഡിയോ പിടിക്കുകയോ ഒന്നിന്റെയും ഒരു അവശിഷ്ടങ്ങളുടെയോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന്റെയോ എടുക്കാൻ പാടില്ല. അത് നമ്മൾ ആരെങ്കിലും അറിവില്ലായ്മ കൊണ്ട് നമുക്ക് അയച്ചു തന്നാൽ അത് നമ്മൾ ഫോർവേഡ് ചെയ്യാനോ അയക്കാനോ പാടില്ല. അതുപോലെ സംശയാതരമായ സാഹചര്യത്തിൽ എന്തെങ്കിലും സാധനം കണ്ടാൽ അതിന്റെ സമീപത്ത് പോകാനോ അതിന് ഫോട്ടോ എടുക്കാനോ പാടില്ല. മറിച്ച് 112 വിളിച്ച് പോലീസ് എന്തെങ്കിലും കൃത്യമായ സുരക്ഷ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള വളരെ നന്ദി ഞങ്ങളോട് ഈ ഘട്ടത്തിൽ സഹകരിച്ചതിന്. ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു നിർത്തിക്കോളാം. മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞ പോലെ ഈ പരിഭ്രാന്തി ഇവിടെ ആർക്കും അല്ലെ സർക്കാരിനും ഇല്ലെന്നുള്ള തെളിവാണ്. ഈ കുവൈറ്റ് എയർവേസും ജസീറയും വീണ്ടും ഇന്ന് രാവിലെ അടച്ചവർ വീണ്ടും ഇന്ന് വൈകിട്ട് പുനരാരംഭിക്കുകയാണ്. അതിന് തെളിവാണ്. മറ്റൊന്ന് പറയുന്നത്, എനിക്ക് മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ, പ്രത്യേകിച്ച് ന്യൂസ് എയ്റ്റിനെ വളരെ കൺസേൺ ആയിട്ട് ഇടപെടുന്നതുകൊണ്ട് നിങ്ങളുടെ സഹായം ഈ കൂട്ടത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല. ഇവിടെ ഫെബ്രുവരി 28 ശേഷം, അതായത് ഇവിടെ കുവൈറ്റിൽ നിയമം ഉണ്ടായിരുന്നു 6 മാസം കാലാവധിയാണ് റീ എൻട്രി എന്നുള്ളത്. അതിനുശേഷം വിസ എക്സ്പയർ ആകും.
പക്ഷേ ഫെബ്രുവരി 28 കഴിഞ്ഞ് കാലാവധി 6 മാസം കാലാവധി ആയവർക്ക് ഒരു എക്സ്റ്റൻഷൻ കൊടുത്തു, 3 മാസം കൂടി ഒരു ഇളവ് കൊടുത്തു, ഗ്രേസ് പീരീഡ്. കാരണം ഫ്ലൈറ്റിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് 9 മാസം വരെ ഇളവ് കൊടുത്തിരുന്നു. അങ്ങനെ ഇന്ന് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് കയറി വരുന്ന 3-4 പേര് അവരെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടില്ല എന്നൊരു വാർത്ത വളരെ വേദനാജനകമാണ്. അവർ വരാത്തത് മറ്റൊരിടത്തും നന്നായിരുന്നെങ്കിലും അത് വേറൊരു വശം, അതുകൊണ്ട് കയറി വരാൻ പറ്റിയില്ല. അത് തന്നെ കൊച്ചിൻ എയർപോർട്ടിൽ അവിടെയൊക്കെ സംശയം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ 4 ഇന്റർനാഷണൽ എയർപോർട്ടാണ് കേരളത്തിലുള്ളത്. ഈ ഒരു കാര്യം ഒന്ന് ഒരു അറിവായിട്ട് തന്നെ ഇവിടുന്ന് പ്രത്യേകം നോട്ടീസ് ഒന്നും ഇവിടുത്തെ സർക്കാർ ഇറക്കിയിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ഇമിഗ്രേഷനിൽ കൃത്യമായിട്ട് നിയമമുണ്ട്. 9 മാസം വരെ, ഫെബ്രുവരി 24 ശേഷം കാലാവധി കഴിഞ്ഞവർക്ക് 9 മാസം വരെ, അത് 3 മാസം എക്സ്റ്റെൻഡ് ചെയ്ത് വരാൻ സാധിക്കുമെന്നുള്ള വാർത്ത നിങ്ങൾ കൃത്യമായിട്ട് അവിടെ അധികാരികളെ അറിയിക്കണമെന്ന്. അത് ആശ്വാസകരമാണ് എന്തായാലും അത്തരമൊരു നീക്കമുള്ളത്. വളരെ നന്ദി ശശിൽ, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പിന്തുടരുക, ധൈര്യമായി ഇരിക്കുക. വളരെ മോശം അവസ്ഥയിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നുപോകുന്നത്. ഗൾഫ് മേഖലയിൽ ആകെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. ഖേഷം ദ്വീപിൽ ഇന്നലെ അമേരിക്കയുടെ ശക്തമായ ആക്രമണമാണ് ഉണ്ടായത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ഖേഷം ദ്വീപിൽ ആക്രമണം നടത്തിയതായി അമേരിക്ക തന്നെ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. നിരവധി ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും സേന വിജയകരമായി തകർത്തെന്നും സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് എക്സ് പോസ്റ്റിലൂടെയാണ് വ്യക്തമാക്കിയത്. ഖേഷം ദ്വീപിന്റെ തെക്ക് ഭാഗത്തുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമ്മ്യൂണിക്കേഷൻ ടവറും സേന ലക്ഷ്യമിട്ടതായി റിപ്പോർട്ടുണ്ട്. അയൽ രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഈ സൈനിക നടപടി ഉണ്ടായതെന്നും എന്നാൽ ഈ മിസൈലുകൾക്കൊന്നും ലക്ഷ്യസ്ഥാനങ്ങളിൽ നാശം വിതയ്ക്കാനായില്ലെന്നും സെൻട്രൽ കമാൻഡ് പറഞ്ഞു. ഇറാനെതിരെ സ്വയം രക്ഷാ നടപടിയുടെ ഭാഗമായി നടത്തിയ ആക്രമണങ്ങൾ എന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇതിനെ വിശേഷിപ്പിച്ചത്. അതായത് ഗൾഫ് മേഖലയിലൊക്കെ ഉണ്ടാകുന്ന ആക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിലാണ് ഈ ഖേഷം ദ്വീപിൽ അതിശക്തമായ ആക്രമണം ഇന്നലെ അമേരിക്ക അഴിച്ചുവിട്ടത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ഗൾഫ് മേഖലയിൽ US-ഉം ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ പുതിയ തലത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ ഈ സന്ദേശം ഒട്ടും ആശ്വാസകരമല്ല. സമാധാന ഉടമ്പടിയുടെ വക്കിൽ നിന്നാണ് കാര്യങ്ങൾ പൂർണ്ണ യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കരാറിൽ കടുംപിടുത്തം തുടർന്ന അമേരിക്കയ്ക്കും ലബനനിൽ ആക്രമണം ശക്തമാക്കിയ നെതന്യാഹുവിനുമാണ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടരുന്ന ഇറാനും IRGCയും ഉയർത്തുന്ന ഭീഷണിയും ചെറുതല്ല. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ, വെടിനിർത്തൽ ഫലപ്രദമാക്കുന്നതിലേക്കും ശാശ്വത സമാധാനത്തിലേക്കും കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് ആശിക്കാം നമുക്ക് ഈ ഘട്ടത്തിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.